സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. നമ്മുടെ പിങ്ക് അവയർനെസ് സെഷന്റെ 9ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ എന്താണ് പിങ്ക് അവയർനെസ് എന്നുള്ളത്? ജസ്റ്റ് പിങ്ക് ജോബിന്റെ കീഴിൽ നടത്തുന്നത്. അപ്പൊ എന്താണ് പിങ്ക് ജോബ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സാനിറ്ററി നാപ്കിൻ ബ്രാൻഡായ ഫെയർവിങ്സ് നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. ഇത് സിനോർ എന്ന കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് ഫെയർവിങ്സ് സെയിൽ ചെയ്യുന്നതിനോടൊപ്പം അതിനെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഡോക്ടേഴ്സ് ടോക്ക്, അതുപോലെ ശുചിത്വ ബോധവൽക്കരണം, സെയിൽസ് ട്രെയിനിങ്, വ്യക്തിത്വ വികസന മോട്ടിവേഷൻ ക്ലാസ്സുകൾ തുടങ്ങി വിവിധ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് എല്ലാ മേഖലയിലും തിളങ്ങാനുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ നൽകുന്നത്. ഇതിലൂടെ ഒരുപാട് സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. വളരെ കുറച്ച് മാത്രം ക്യാഷ് നിക്ഷേപിച്ചുകൊണ്ട് ഏതൊരു സാധാരണ വീട്ടമ്മയ്ക്കും അവരുടെ കഴിവിനനുസരിച്ച് ഈ ബിസിനസ് വളർത്തിക്കൊണ്ട് വരാം എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. ഈ കമ്പനിയുടെ ഒരു ഭാഗമായി മാറുകയും അവരുടെ കീഴിൽ ഇതിലേക്ക് വന്ന് അവരുടെ കീഴിലേക്ക് റീസെല്ലേഴ്സിനെയും അതുപോലെ ഡയറക്റ്റ് സെല്ലേഴ്സിനെയും അവർക്ക് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് അവരിലൂടെ മറ്റുള്ളവർക്ക് അവർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. ഇനി ഇവിടെ ഈ പിങ്ക് അവയർനെസിന്റെ, അതായത് ഈ ശാക്തീകരണ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് എല്ലാ തരത്തിലും ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും സാമൂഹികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും അതുപോലെ അറിവിന്റെ കാര്യത്തിലും എല്ലാ രീതിയിലും ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടണം എന്നുള്ള ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കൂടി പുറത്തേക്ക് ഷെയർ ചെയ്യുന്നത്. അത് ഈ ബിസിനസ്സിലേക്ക് വരുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇതിലേക്ക് പങ്കെടുക്കാം. ഇത് 9ാമത്തെ ക്ലാസ് ആണ് നമ്മളിപ്പോ ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ട്രെയിനറും അതുപോലെ കൗൺസിലറുമായ അത്തിക ജാസ്മിൻ മാമാണ് ഇന്നത്തെ വിഷയം എടുക്കുന്നത്. വളരെ നല്ലൊരു ടോപ്പിക്കാണ് മാം സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഒരു വരുമാനം എന്ന ഒരു നല്ല ടോപ്പിക്, നമ്മുടെ പിങ്ക് ജോബുമായിട്ട് നല്ല അറ്റാച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പിങ്ക് ജോബിന്റെ എല്ലാ മെമ്പേഴ്സിന്റെയും അതുപോലെ ഡയറക്ടർ, നമ്മുടെ സെയിൽസ് ട്രെയിനിങ് ഫൈസൽ സാർ, അതുപോലെ നബില മാം, അതുപോലെ കമ്പനിയുടെ മറ്റ് ഭാരവാഹികൾ എല്ലാവരുടെയും പേരിലും അതുപോലെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ജാസ്മിൻ മാമിനെ, അത്തിക ജാസ്മിൻ മാമിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ജാസ്മിൻ. കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്ന ആളുകൾക്ക് വീഡിയോ ഓണാക്കിയിരിക്കോ? ഇത് ലേഡീസ് മാത്രമുള്ള ക്ലാസ്സില് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന എല്ലാരും വീഡിയോ ഓണാക്കുവോ? ഓക്കെ, താങ്ക് യു ജാസ്മിൻ, നബീല, എല്ലാവർക്കും താങ്ക് യു ഇതുപോലെ ഒരു അവസരം തന്നതിന് താങ്ക് യു. ഇപ്പോ നമുക്കറിയാം, മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ മാറ്റങ്ങളൊക്കെ പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇപ്പൊ പഴയ കാലത്തെ അപേക്ഷിച്ച് പഴയ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ കാലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പറയാൻ പറ്റുമോ? സ്ത്രീകൾ ഇപ്പൊ എല്ലാ മേഖലയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. പിന്നെ ഒരു കുടുംബം കൊണ്ടുപോകണം, നമ്മൾ സ്ത്രീകൾക്ക് വരുമാനം വേണം. വരുമാനം വേണം. അതെ, ഇപ്പൊ നമുക്കറിയാം, നമ്മള് പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് അല്ലെ? ഇതിപ്പോ ഞാനൊരു ക്ലാസ്സിൽ ഇതേപോലെ പഴയ കാലത്തെ കാലം പുതിയ കാലം തമ്മിലുള്ള മാറ്റങ്ങൾ ചോദിച്ച സമയത്ത് കുറച്ചൊക്കെ പ്രായമായ ഒരു താത്ത എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങളെ കൂടെ ആൺകുട്ടികൾ ഇല്ലാതെ. അതൊരു മാറ്റമാണ് അല്ലെ? ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ട് ശാക്തീകരിക്കാനും സ്വന്തമായൊരു നിലപാടെടുക്കാനും ഒറ്റക്ക് ജീവിക്കാനും പറ്റിയൊരു സമൂഹം കൂടിയാണ് നമുക്ക് ഇന്നുള്ളത് അല്ലെ? പിന്നെ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്ക് ഫാൻ ഉണ്ട്, AC ഉണ്ട്, ലൈറ്റ് ഉണ്ട്. നമ്മൾ വിളക്ക് കത്തിച്ചിരുന്ന സ്ഥാനത്ത് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ അമ്മി, ഉരല്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പകരമായിട്ട് ഇന്ന് നമ്മൾ അതിനൊക്കെ മെഷീൻസ് ഉപയോഗിക്കുന്നു. അതായത് കൂടുതൽ കംഫർട്ടായി നമ്മുടെ ലൈഫ്, കൂടുതൽ സൗകര്യവും കൂടുതൽ കംഫർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ?
ഇപ്പൊ കേരളത്തിലൊരു എല്ലാ കേരളത്തിലെ ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? അതായത് കേരളത്തിലുള്ള ഗ്രാമങ്ങള് പൊതുവെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളെ പോലെയല്ല. ഒരു ടൗൺ ഏരിയയിലെ ഒരു വലിയൊരു സിറ്റിയിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ലഭ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു ടൗണിലുള്ള ഇപ്പോ നമ്മുടെ ചുറ്റിനും, ഇപ്പൊ ഞാനൊക്കെ ഏറ്റവും നല്ലൊരു ഗ്രാമപ്രദേശത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ തന്നെ നമുക്ക് AC, ഫ്രിഡ്ജ്, മിക്സി അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള വീടുകൾ ഒരുപാടുണ്ട്. അതില്ലാത്ത വീടുകളാണ് കുറവ് എന്നുള്ളതാണ്. അതായത് ഒരു സിറ്റിയിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മളെ ഗ്രാമങ്ങളിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അതായത് ആ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെലവ് കൂടുതലാണ്, അല്ലേ? പണ്ടൊക്കെ ഒരു വീട്ടില് ഒരാൾ അധ്വാനിച്ചാലും ആ വീട് സുഖമായിട്ട് കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ ഇന്ന് ഒരാളല്ല 2 ആൾ അധ്വാനിച്ചാലും വീട്ടിലത്തെ കാര്യം കഷ്ടാണ്, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? നമുക്ക് ഒരു പുതിയൊരു വരുമാനം കൂടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആളുകൾ പുതിയൊരു സൗകര്യം കൂടി അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം, അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1 ലക്ഷം കിട്ടുന്ന ആളോട് ചോദിച്ചാലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ട്, ഇല്ലേ? കാരണം അത്രത്തോളം ജീവിത ചെലവ് കൂടിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ പുതിയ കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിലൊക്കെ സ്ത്രീകളാണ് ഉള്ളത്. ഒരു സ്ത്രീകൾക്ക് ഒരു അധിക വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇപ്പോ ഞാൻ തന്നെ ഒരു കോഴ്സ് പഠിക്കണം, ആരോടും പോയി ചോദിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചേരാം. അവിടെ പിന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ വരുമാനം. അതെ അതെ, നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ സത്യമാണ് നിങ്ങൾ പറഞ്ഞ വലിയൊരു ഉത്തരം തന്നെയാണ്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് നടത്താൻ പറ്റും, അല്ലെ? നമ്മളെ മക്കളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഭർത്താവിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടില് ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കൂടൂല്ലേ? കൂടൂലേ? നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? ഇപ്പൊ ജാസ്മിൻ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇപ്പൊ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. അവന്മാര് സ്ത്രീകളെ പൊതുവെ എല്ലാവരും അടച്ചാക്ഷേപിക്കും. അവര് എന്താ പറയാ, കുറ്റം പറയുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ്, ഉയർന്ന് ചിന്തിക്കാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് പൊതുവെ സ്ത്രീകൾ അങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ നമുക്കൊരു സ്വന്തം വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ആരുടെയും അനുവാദം ഇല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, ഇല്ലേ? നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? നമുക്ക് നമ്മുടെ ഇഷ്ടം, ഇപ്പൊ ഞാൻ ഇന്നൊരു 50 രൂപന്റെ ചെരുപ്പ് വാങ്ങുന്ന ഒരാളാണെങ്കിൽ നാളെ എനിക്കൊരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തേടുന്നത് 100 രൂപന്റെ ചെരുപ്പായിരിക്കും. അപ്പൊ അത് ഇടുന്നതിന്റെ കംഫർട്ടും ഹാപ്പിനെസ്സും അത് ഞാൻ എന്റെ ലൈഫിൽ അനുഭവിക്കും, അല്ലെ? അനുഭവിക്കില്ല. ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങള് സാധിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും, സങ്കടം വരും, അത് സ്ട്രെസ് ആയിട്ട് മാറും, അത് ദേഷ്യമാവും. ഈ ദേഷ്യമൊക്കെ നമ്മൾ ആരോടെ തീർക്കാം? നമ്മളെ മക്കളോട്, അല്ലെ? നമ്മളെ മക്കളോട് തീർക്കും, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിനോട് തീർക്കും, വീട്ടിലുള്ള ആളുകളോടാണ് നമ്മളിത് തീർക്കുക, അല്ലെ? പകരം നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് അതിലായിരിക്കും നമ്മുടെ ചിന്ത, അതിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നു, നമ്മൾ നമ്മുടെ വീട്ടുകാരെ സഹായിക്കുന്നു, അതിൽ നമുക്ക് ബഹുമാനം കിട്ടുന്നു, അല്ലെ? മറ്റുള്ളവരുടെ റെസ്പെക്ട് കിട്ടുന്നു. ഒരു സ്ത്രീക്ക് വരുമാനം ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ വയസ്സായ നമ്മുടെ പേരൻസിനെ നമ്മൾ കാണാൻ പോണ സമയത്ത്, വിസിറ്റ് ചെയ്യാൻ പോണ സമയത്ത്, അമ്മനെയോ അച്ഛനെയോ അല്ലെങ്കിൽ ഉമ്മാനെ ഉപ്പാനെയോ ഒക്കെ നമ്മൾ കാണാൻ പോണ സമയത്ത് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കണമെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് പോലുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവരുടെ ഹോസ്പിറ്റൽ ആവശ്യങ്ങളോ, അങ്ങനെ എന്തെങ്കിലും അവർക്കൊന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ആരോടും കണക്ക് പറയണ്ടാത്ത, അല്ലെങ്കിൽ ആരും ചോദിക്കാത്ത ഒരു ഇൻകം നമുക്ക് ഉണ്ടെങ്കിൽ, അത് വളരെ ചെറുതാണെങ്കിലും അത് വലിയൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്, അല്ലേ? ഇപ്പൊ നമ്മള് ഈ മീഷോ, ഫ്ലിപ്കാർട്ട്, അജിയോ അങ്ങനത്തെ ആപ്പുകളൊക്കെ നമ്മൾ വല്ലാതെ സെർച്ച് ചെയ്യില്ലേ? നമുക്കതൊരു ടൈം പാസും കൂടിയാണ്. അപ്പൊ നമുക്ക് പലതും ആഗ്രഹമാണ്, പക്ഷെ ഇതൊന്നും നമുക്ക് വാങ്ങണമെങ്കിൽ എന്ത് ഐഡിയ പറയും, ഇതെങ്ങനെ എന്ന് പറയും, നമ്മൾ അതൊക്കെ അല്ലെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് വേണം നമുക്കിത് അവതരിപ്പിക്കാൻ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെ? ചെറുതാണെങ്കിലും വളരെ ചെറുതാണെങ്കിലും സ്ത്രീകൾക്ക് ചെറിയൊരു വരുമാനം എന്നുള്ളത് എന്താണ്? ഒരു
വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ, നിർബന്ധമായിട്ടുള്ള. അതിൽ നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ, ഒരു സ്ത്രീക്ക് ഒരു വരുമാനം വേണം എന്നുള്ളതില്? ഇല്ല. നമ്മുടെ നാട്ടിൽ ഏതൊക്കെ രീതിയിലാണ് സ്ത്രീകൾ വരുമാനം നേടുന്നത്? പലതരത്തിൽ നേടുന്നില്ലേ? ഇപ്പോ പല പല മൃഗങ്ങളെ വളർത്തിയിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകള് വരുമാനം നേടുന്നില്ലേ? പശുവിനെ വളർത്തിയിട്ട്, ആടിനെ വളർത്തിയിട്ട്, അതുപോലെ തന്നെ കോഴിനെ വളർത്തിയിട്ട്, ഇല്ലേ? ഇതൊക്കെ പല രീതിയിൽ എന്താണ് നമ്മളെ നാട്ടിലുള്ള സ്ത്രീകൾ. ഒന്നും വേണ്ട, ഈ പശു, ആട്, കോഴി ഇവയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും എന്താണ് നമുക്ക് വരുമാന മാർഗമാണ്, അല്ലെ? മുട്ട, അതുപോലെ തന്നെ പാല്, തൈര്, അതുപോലെ നെയ്യ്, ഒന്നുമില്ലെങ്കിലും ഈ ഇവരുടെയൊക്കെ കാഷ്ടങ്ങൾ പോലും നമുക്ക് എന്താണ് വരുമാനമാണ്, അല്ലെ? അങ്ങനെ ഇത് ചെറിയൊരു അളവിലാവുമ്പോൾ നമുക്കൊരു വലിയ വരുമാനം ഒന്നും കിട്ടൂല. പക്ഷെ വലിയൊരു അളവിലാവുമ്പോൾ ഇത് നമുക്ക് നല്ലൊരു വരുമാന മാർഗം തന്നെയാണ്, അല്ലെ? അതുപോലെ തന്നെ കൃഷി ചെയ്തിട്ട്, പലതരത്തിലുള്ള കൃഷി ചെയ്തിട്ടൊക്കെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അടുത്തൊക്കെ തക്കാളിക്ക് 200 രൂപയൊക്കെ വില ആയ സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളെല്ലാവരും വീട്ടിൽ തക്കാളി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആ വില അവര് വർദ്ധിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ പൊതുവെ പറയും, അന്താരാഷ്ട്ര വിപണി വരെ നിയന്ത്രിക്കാൻ നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റുന്നതാണ്, അല്ലെ? നമ്മൾ വിചാരിച്ച അതൊക്കെ പറ്റും എന്നാണ് പറയാ. അങ്ങനെ കൃഷി, പലതരം കൃഷി ചെയ്തിട്ട്, ഇപ്പൊ വാഴക്കൃഷി, നെൽകൃഷി ഇല്ല, വാഴക്കൃഷി, അല്ലെങ്കിൽ കപ്പ, മരച്ചീനി, അതുപോലെയുള്ള പല കൃഷികൾ ചെയ്തിട്ടും എന്താണ് ആളുകൾ ഇന്ന് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ വരുമാനം നേടുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചക്കയൊക്കെ, ചക്കയോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചക്കയൊക്കെ ഒരുപാട് ആൾക്കാർ വരുമാന മാർഗമാക്കി മാറ്റുന്നുണ്ട്, അല്ലെ? ചക്ക പൊരിച്ചിട്ട്, ഇതുപോലെ തന്നെ ചക്ക പുഴുക്ക് ഉണ്ടാക്കിയിട്ട്, ചക്ക കൊണ്ട് ഏകദേശം 38ഓളം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ഓരോ ആളുകളും അവരുടേതായ ബിസിനസ് ആക്കി മാറ്റുക. ഇപ്പൊ നമുക്കറിയാം, നമ്മള് വെറുതെ കളയുന്ന നമ്മളെ ചക്കന്റെ കുരുവൊക്കെ സൂപ്പർ മാർക്കറ്റില്, ലുലു മാളിലൊക്കെ അതിന് ഭയങ്കര വിലയാണ്. ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാലാണ് അതിന്റെ കറക്റ്റ് വില അറിയുന്നത്. അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ആളുകൾ കയറ്റി അയക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ പൊടിയൊക്കെ ഏറ്റവും വലിയൊരു ന്യൂട്രീഷൻ പൊടിയാണ്, പൗഡറാണ്. നമ്മൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളും കൊടുക്കൂലേ? നമ്മളെ കുട്ടികൾക്ക് അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കും കൊടുക്കും. പക്ഷെ ഇത്രയും വില പിടിച്ച ഈ ഒരു സാധനം നമ്മൾ എന്താ ചെയ്യാ? നമ്മള് വെറുതെ തൊടുവിൽ കളയും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? നമ്മളത് ഉപയോഗപ്പെടുത്തലില്ല. അധികം ആളുകളും അതാ ചെയ്യല്ലേ. അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടത്, അച്ചാറിട്ടതൊക്കെ വിറ്റിട്ടാണെങ്കിലും സ്ത്രീകൾ ചെറുതാണെങ്കിലും വരുമാനം നേടുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ സ്ത്രീകള് ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ നിലവാരം പുരുഷന്മാരെക്കാണ് കൂടുതൽ സ്ത്രീകൾക്കാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ശരാശരിയൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം, പുരുഷന്മാര് 10ാം ക്ലാസ് ആണെങ്കിൽ സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ ഡിഗ്രി ഉള്ള ആളുകളാണ്. എത്രത്തോളം കേരളത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസം കൊണ്ട്, നമുക്കിന് ചുറ്റുപാട് നോക്കിയാൽ അറിയാം, നമ്മുടെ ഭർത്താക്കന്മാരെക്കാട്ടിലും വിദ്യാഭ്യാസം ചിലപ്പോൾ ഭാര്യമാരായിരിക്കും. കൂടുതലും മിക്ക ആളുകളിലും ഭർത്താക്കന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുള്ള കാലഘട്ടമാണിത്, അല്ലെ? അപ്പൊ പല ആളുകൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട്, വീട്ടിലെ പല ട്യൂഷൻ എടുത്തുകൊണ്ട് പല ആളുകൾ എന്താണ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കുറെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്രിന്റർ വാങ്ങിയിട്ട് വീട്ടില് നെയിം സ്ലിപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ പല കുട്ടികളും ഇപ്പൊ ഇത് ഞാൻ എന്റെ മോന്റെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയതാണ്. ഇതിന് ഒരു ഫോട്ടോക്ക് 50 രൂപ. അതിന്റെ അടുത്തുള്ള കുട്ടി ചെയ്യണതാണ്. അവള് 2 ഫോട്ടോ വെച്ചിട്ട് ഞാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് ഓർഡറുകൾ അവർക്ക് കിട്ടി. അത് ഒരു പ്രിന്റർ വാങ്ങി അവര് വീട്ടിൽ തന്നെ വെച്ചിട്ട് അവരുണ്ടാക്കുന്ന ഒരു ചെറിയൊരു വരുമാനമാണ്. അതുപോലെ തന്നെ അവർ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കും ഫോട്ടോസ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് പ്രിന്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കും. അത് സൈസിനനുസരിച്ച് 150, 350, 450 ഒക്കെയാണ് അതിന്റെ വില. അങ്ങനെ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട രീതിയിൽ അത് പ്രിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അവർ തരും. അങ്ങനെ പല സ്ത്രീകളും എന്താണ് വീട്ടിലിരുന്ന് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നിങ്ങള് 100 നവാമിനി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്ക് അറബി അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന, 1 മാസം കൊണ്ട് അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോഴ്സ് ഒക്കെ ഉണ്ട്. ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ വൈഫൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു 2 ബാച്ച് എടുക്കുന്നുണ്ട്. ഒരു ബാച്ചിന് 3/4 മണിക്കൂറാണ്. അങ്ങനെ 2 മണിക്കൂർ, 1.5 മണിക്കൂർ വെച്ചിട്ട് അവര് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു ടീച്ചർ നേടുന്ന പണം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ അതുപോലെ തന്നെ ഹിന്ദി അക്ഷരങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇതില് 4ാം ക്ലാസ് വരെ ഹിന്ദി ഇല്ല കുട്ടികൾക്ക്. പക്ഷെ അവർക്ക് 5ാം ക്ലാസ് മുതലേ
അവർക്ക് ഹിന്ദി ഉണ്ട്. പല സ്കൂളിലും 1 തൊട്ട് ഹിന്ദി ഉണ്ട്. പക്ഷെ ഈ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല. അപ്പൊ നമുക്കൊരു ക്ലാസ്സിൽ 4 ഓ 5 ആളുകൾക്ക് ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ, അക്ഷരങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരു അടുത്ത ടോപ്പിക് എടുക്കും. അപ്പൊ ഈ ഹിന്ദി അറിയാത്ത കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹിന്ദി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ചെറിയൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിലൊക്കെ പല ആളുകൾക്കും എന്താണ് അതൊരു സൗകര്യമാണ് അല്ലെ. അങ്ങനെ 1 മാസം കൊണ്ട് ഹിന്ദി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് അതൊക്കെ അറിയാത്തതായിട്ട് ആരുമില്ല. ഇന്ന് നമുക്കൊരു +2 ഇല്ലാത്ത സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോ ആ ആളുകൾക്ക് എന്താണ് ആ രീതിയിലും പല സ്ത്രീകളും വരുമാനം നേടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അബാക്കസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ് നേടിയിട്ട് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ചെറുതാണെങ്കിലും സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ 5, 6, 7 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ ആ ഏരിയയിലൊക്കെ ട്യൂഷന് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ. പക്ഷെ എന്താണ് നമുക്കൊക്കെ പറ്റുമെങ്കിലും നമ്മൾ ആരും എന്ത് ചെയ്യില്ല, അങ്ങനെയൊന്നും ഒരു ചെറിയ വരുമാനമാണെങ്കിൽ പോലും നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കൂല എന്നുള്ളതാണ്. പിന്നെ വേറൊരു രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പ്രകൃതിപരമായിട്ട് നമ്മുടെ ചുറ്റിനും പ്രകൃതിപരമായിട്ട് നമുക്ക് പല രീതിയിലും പ്രകൃതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ടൂറിസം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം എൻഗേജ്ഡ് ആയിട്ടുള്ളത് ടൂറിസം മേഖലയിലാണ് അല്ലെ. ഇപ്പൊ ടൂറിസം മേഖലയിൽ പലതരത്തിലുള്ള വരുമാനങ്ങളുണ്ട്. ഇപ്പോ ഫുഡ് കോർട്ടുകൾ, ഈ ഫുഡ് കോർട്ടുകളൊക്കെ നമുക്കറിയാം. നമുക്കൊരു വനിതാ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുക വനിതാ ഹോട്ടലൊക്കെ ആയിരിക്കും അല്ലെ. നമ്മളൊരു ടൂർ പോയ സ്ഥലത്ത് ഒരു വനിതാ ഹോട്ടലിൽ നമുക്കതൊരു വിശ്വാസമാണ്. വനിതാ ഹോട്ടലൊക്കെ ആണെങ്കിൽ ഒരു 4, 5 സ്ത്രീകൾക്ക് ചേർന്ന് ഒരു വനിതാ ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അതൊരു വൻ വിജയാവൂലേ. അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകള്, അതുമാതിരി ജ്യൂസ് കോർണറുകള്, അതുപോലെ നമ്മൾക്കറിയാം ടൂറിസം മേഖലയിൽ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങുപ്പിൽ, അങ്ങനെയുള്ള ചെറിയ കോർണറുകൾ ഫുഡ് കോർണറുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതിലൊക്കെ സ്ത്രീകൾ എന്താണ് ചെറുതാണെങ്കിലും ഒരു വരുമാനം അവര് നേടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വനവിഭവങ്ങള്, ടൂർ പോയ സ്ഥലത്ത് കണ്ടിട്ടില്ലേ ചില ആളുകൾ അങ്ങനെ വിറ്റിട്ട്, കരകൗശല വസ്തുക്കൾ വിറ്റിട്ട്, ഇപ്പൊ വനവിഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കാട്ടുനെല്ലിക്ക, വള്ളിമാങ്ങ, തേന്, അതുപോലെയുള്ള ഒരുപാട് വനവിഭവങ്ങൾ ഉപയോഗിച്ചിട്ടും ആളുകൾ എന്താണ് സ്ത്രീകളും ആളുകളും ചെറുതാണെങ്കിലും നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വരുമാനം നേടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൂറിസം, ഇപ്പൊ വയനാടൊക്കെ പോയാൽ നമുക്കറിയാം അതൊക്കെ ടൂറിസം ഏരിയ ആയി മാറിയിട്ടുണ്ട് വയനാടൊക്കെ. അപ്പൊ അവരൊക്കെ വീടിന്റെ തൊട്ട് മേലെ ചെറിയൊരു റൂമൊക്കെ സെറ്റ് ചെയ്ത് അവർ വെബ്സൈറ്റിലിടും. വെബ്സൈറ്റിലിട്ട് നമ്മൾ ടൂർ പോണ സമയത്ത്, നമ്മൾ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത്, റൂംസ് ഇൻ വയനാട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ അഡ്രസ്സ് കിട്ടും. നമ്മൾ അത് പോയിട്ട് സെർച്ച് ചെയ്ത് അവിടെ പോയിട്ട് നമ്മൾ താമസിക്കും. 1 or 2 ദിവസം താമസിച്ച് വരുമ്പോ അവർക്ക് പൈസ കിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ചെലവുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലേ. അവരെ സാധ്യതനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. വയനാടുള്ള അവരുടെ പ്രകൃതി അല്ലെങ്കിൽ അവരുടെ ടൂറിസം മേഖലയെ അവര് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ചെറിയ ഡെസ്റ്റിനേഷനുകള്, അതുപോലെ തന്നെ ഡോർമെറ്ററികളൊക്കെ ഉണ്ട് അല്ലെ. പല ടൂറിസം മേഖലയിലും ഡോർമെറ്ററികൾ നടത്തിയിട്ട് ആളുകൾ എന്താണ് വരുമാനം നേടുന്നുണ്ട് എന്നുള്ളതല്ലേ. പിന്നെ അതുപോലെ തന്നെയാണ് അതിനൊക്കെ അപ്പുറം നമുക്കൊരു വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു കഴിവുണ്ടാവും ഇല്ലേ. ഇപ്പോ ഈ ഭൂമിയിൽ ആത്തിക്ക ജാസ്മിൻ എന്നുള്ള പേരിലല്ല, ആത്തിക്ക ജാസ്മിൻ എന്ന ഈ ഞാന്, എന്റെ എല്ലാ ഗുണങ്ങളും കുറവുകളും ദോഷങ്ങളും ഉള്ള ഒരേ ഒരാൾ അത് ഞാൻ മാത്രമാണ് അല്ലെ. ഈ ഭൂമിയിൽ ഇന്നെ പോലെ വേറൊരാളില്ല. അതായത് ഈ ഭൂമിയിൽ ഞാനൊരു വെറൈറ്റി പീസാണ് അല്ലെ. എവിടെ പോലും ഇന്നെ പോലെ ഒന്നിനെ കാണാൻ കിട്ടൂല. അതുപോലെ തന്നെ ഇല്ലേ നിങ്ങൾ ഓരോ ആളുകളും അങ്ങനെയല്ലേ അല്ലെ. നിങ്ങൾ ഓരോ ആളുകളും വ്യത്യസ്തരാണ്. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് അത് ചെയ്യാൻ പറ്റൂല. നിങ്ങളെ സ്ഥാനത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണ്ടേ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. കഴിവില്ലാതെ ആരും വന്നിട്ടില്ല ഭൂമിയിലേക്ക്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലുണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് നമുക്ക് അതിലൂടെ വരുമാനം നേടാൻ പറ്റും. നമുക്കറിയാം ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിനെക്കാട്ടും പ്രാധാന്യം സ്കില്ലിനാണ്. ഇപ്പൊ അങ്ങനെയാണ് അല്ലെ. വിദ്യാഭ്യാസത്തെക്കാട്ടിലും പ്രാധാന്യം സ്കില്ലുണ്ടോ അവര് രക്ഷപ്പെടും എന്നുള്ളതല്ലേ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചില ആളുകൾ ഓൺലൈൻ ജോലി, ഇപ്പൊ നിങ്ങളെ പിങ്ക് ജോബിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ജോബിലാണ് അല്ലെ വരുമാനം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് പല രീതിയിലും പല ആളുകളും ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തിയിട്ട് പല സ്ത്രീകളും എന്താക്കുന്നുണ്ട് വരുമാനം
നേടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു കോഴ്സ് ഒക്കെ എടുത്ത് നമുക്ക് ജനസേവന കേന്ദ്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ചെറിയ അക്ഷയന്റെ പോലത്തെ ജനസേവന കേന്ദ്രമൊക്കെ ചെറിയ 3 മാസത്തെ 6 മാസത്തെ കോഴ്സ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ടൈലറിംഗിൽ ഇപ്പൊ ചെറിയ വരുമാനമൊക്കെ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, യൂട്യൂബിലൊക്കെ ഉണ്ട് കുഞ്ഞുടുപ്പ് എന്നുള്ളൊരു ഇതുണ്ട്. ഈ കുഞ്ഞുടുപ്പ് അവർക്കൊരു കുട്ടി ഉണ്ടായ സമയത്ത് അവർ ആ കുട്ടിക്ക് വേണ്ടി പല തരത്തിലെ ഡിസൈനിൽ അവർക്ക് തോന്നുമ്പോ അങ്ങനെ അടിച്ചിട്ട് അത് സ്റ്റാറ്റസ് വെച്ചിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്തു. അങ്ങനെ അവർക്ക് ഇപ്പൊ ഓൾ കേരള ഓർഡറുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവർ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുക. ഇന്ന് അവർക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവരത് സക്സസ്ഫുൾ ആയി. കാരണം അവർക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ അവരെന്താ ചെയ്തത്, അത് പരസ്യപ്പെടുത്തിയിട്ട് അത് വിറ്റു എന്നുള്ളതാണ്. അങ്ങനെ അവർ ഇന്ന് വലിയൊരു ബ്രാൻഡഡ് ആയിട്ട് മാറി എന്നുള്ളതാണ്. സ്വന്തം കുട്ടിക്ക് അടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു താത്തയും മോളും കൺമഷി ഉണ്ടാക്കുക, അവരുടെ മോക്ക് വേണ്ടി കൺമഷി ഉണ്ടാക്കിയിട്ട് ആ കൺമഷി പിന്നീട് എന്തായി, അത് ഇപ്പുറമുള്ളവരൊക്കെ വാങ്ങി. അത് ഇന്നിപ്പോ ഇന്റർനാഷണലി ആണ്, അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് അതിപ്പോ കച്ചവടം ചെയ്യുന്നത്. അത് അവർക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ചെറിയൊരു കാര്യം കൊണ്ട് ഇന്ന് അത് ഓൺലൈൻ വരെ നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും ആ കൺമഷി. അതുപോലെ തന്നെ മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് വെക്കുന്ന ഒരുപാട് സ്ത്രീകളില്ലേ, ഇല്ലേ, മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നില്ലേ. ഇന്നൊരു കൈ മൈലാഞ്ചി ഇടണമെങ്കിൽ 1000 രൂപ അല്ലെ. ഞങ്ങളിവിടെയൊക്കെ ഏരിയയിലൊക്കെ 1000 ഒക്കെ ഉണ്ട്. 2 കൈ ഡിസൈൻ അനുസരിച്ചാട്ടോ. 2 കൈ ആയി 2000 ആയി. കാലും കൂടി ഉണ്ടെങ്കിൽ എത്രയായി, ഒരു 3000 ആയില്ലേ. നമുക്കൊരു മാസം ഒരു 4-5 കൈയും കാലും കിട്ടിയാൽ തന്നെ നമുക്കൊരു ശമ്പളമായില്ലേ. ഡെയിലി ജോലിക്ക് പോണ സ്ത്രീകളെക്കാട്ടിലും ശമ്പളമായില്ലേ. അതുപോലെ തന്നെ ചില ആളുകള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് പല സ്ത്രീകളും ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഒരു മുഖത്തിന് 5 മുതലേക്ക് സ്റ്റാർട്ട് തോന്നും. ഇപ്പൊ ചെറുതായിട്ടൊക്കെ പെയിന്റ് അടിക്കും. ഇപ്പൊ എന്റെ അയൽപക്കത്തെ ഒരു കുട്ടിക്ക് ഹെയർ അടക്കം സെറ്റ് ചെയ്യാൻ 35,000 ആണ് പറഞ്ഞത്. അതൊക്കെ നമുക്കൊരു കല്യാണത്തിന് ഒരു മാസത്തിൽ ഒരു 4-5 കല്യാണം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനമായില്ലേ. 9-10 അങ്ങനെയൊക്കെയാണ് അവര് മുഖം ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് അവര് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം പുതിയണ്ണ് മാത്രമൊന്നുമല്ല, പുതിയണ്ണിന്റെ അനിയത്തിയും ചേച്ചിയും അല്ലെങ്കിൽ അമ്മയും ഒക്കെ ഇപ്പൊ മേക്കപ്പ് ചെയ്യും. അപ്പൊ ഒരു കല്യാണമൊക്കെ കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പൈസ ആ കല്യാണത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂലേ. ഇതൊക്കെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന കഴിവുകളല്ലേ. ഇതുപോലെയൊക്കെ പല സ്ത്രീകൾ എന്താണ് നമ്മുടെ നാട്ടില് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുട നിർമ്മിച്ചിട്ട്, മെഴുകുതിരി നിർമ്മിച്ചിട്ട്, അതുപോലെ തന്നെ എംബ്രോയിഡറിങ് ചെയ്തിട്ട്, അങ്ങനെ അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അല്ലെ, ഒഴിവ് സമയങ്ങളിൽ ആഭരണങ്ങൾ നിർമ്മിച്ചിട്ട്. അതുപോലെ ഇപ്പോ യൂട്യൂബിലൊക്കെ ഉണ്ട് നമ്മളെ മുടി കെട്ടുന്ന റബ്ബർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ. അങ്ങനെ വീട്ടിലിരുന്ന് അത് നിർമ്മിച്ചിട്ടൊക്കെ ആളുകൾ എന്താണ് ചെറുതാണെങ്കിലും ഒരു വരുമാനം സ്ത്രീകൾ നേടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന, ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് എന്ത് കഴിവുണ്ട് ആ കഴിവിനെ വിറ്റിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നേടാൻ പറ്റുന്നത്. ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതുപോലെ ട്രെയിനിങ് കോഴ്സുകൾ പഠിക്കാം, കൗൺസിലിംഗ് പഠിക്കാം. അങ്ങനെ നമുക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവിനെ നമുക്ക് എന്താക്കി മാറ്റാം, നമ്മുടെ വരുമാനമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ട് കുറെ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സക്സസ് ആവാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അപ്പൊ നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനലിൽ വരുമാനം കിട്ടണമെങ്കിലുള്ള എഫേർട്ട് എത്രയെന്ന് അത് തുടങ്ങിയ ആൾക്കാർക്ക് അറിയാം. നമുക്ക് കാണുമ്പോൾ അവർക്കൊക്കെ വെറുതെ പൈസ കിട്ടണമെന്നാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എന്ത് കാര്യത്തിലേക്കും നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് സക്സസ് ആവാൻ ചിലപ്പോൾ പറ്റൂല. ഇപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾ യൂസഫ് അലി സാറിനെയൊക്കെ കണ്ടിട്ട് അറിയാം, അവർക്കൊക്കെ എന്തും പറ്റും, അവരൊക്കെ പൈസ ഉള്ള ആളുകളാണ്, അവർക്ക് ഏത് ബിസിനസ്സും തുടങ്ങാൻ അവർ പൈസ. പക്ഷെ അവർ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഒരുപാട് വട്ടം പരാജയപ്പെട്ടിട്ടുണ്ട്, അവർ ഒരുപാട് വട്ടം നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും അതിജീവിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് അവർ ഇന്നത്തെ ആളായി മാറിയത്. ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പരാജയങ്ങളും നിരാശകളും അനുഭവിച്ച് അതിനൊക്കെ അതിജീവിച്ച് വന്ന ആളുകൾ മാത്രമാണ്, എല്ലാവരും അതിജീവിച്ച് വന്ന ആളുകളാണ്. ഇതുപോലുള്ള നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ ഏത് മേഖലയിലായാലും സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ കുക്കിംഗ് ആണ് അറിയാമെങ്കിൽ കാറ്ററിംഗ് സർവീസ് വെച്ചിട്ടാണെങ്കിലും കുറെ ആളുകൾ വരുമാനം നേടുന്നില്ലേ. കാറ്ററിംഗ് സർവീസിൽ ഇപ്പോ നമുക്ക് നല്ലൊരു ബിസിനസ് ആയിട്ടാണ് ഞങ്ങളുടെ ഏരിയയിലേക്ക് ഈ കാറ്ററിംഗ് സർവീസ് ഉള്ളത്. ഫുഡ് പാർസലായിട്ട് പോണതും ടൂറുകാർക്കും അല്ലെങ്കിൽ ഫംഗ്ഷനും
അല്ലെ അങ്ങനെ ഏത് രീതി, ഇപ്പൊ ചെറിയൊരു ഉണ്ണിയപ്പം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയെങ്കിലും അതുപോലെ നമുക്ക് വിറ്റിട്ടൊരു ബ്രാൻഡഡ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് ജോബുകൾ 2-3 മാസത്തെ നമ്മുടെ നമുക്ക് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പിംഗ് ജോബുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടൈപ്പിംഗ് ജോബുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ DTP വർക്കുകൾ, മലയാളം ടൈപ്പ് ഒക്കെ നമുക്ക് ഒരു പേജിന് ഇന്ന് 100 രൂപയൊക്കെയാണ് തോന്നുന്നുണ്ട് DTP വർക്ക് പേജിനുള്ളത്. ഇതൊക്കെ നമുക്കൊരു ചെറിയ 2-3 മാസത്തെ ട്രെയിനിങ് നേടുകയാണെങ്കിൽ നമുക്കൊക്കെ പറ്റാവുന്ന ജോലികളാണ് ഇതെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് നന്നായിട്ട് ചെടിയൊക്കെ ചെടിയൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. ചെടി തൈകളൊക്കെ വളർത്തിയിട്ട് ഇതും ഒരു ബിസിനസ് ഐഡിയ ആണ് അല്ലെ. അതും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പോ എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനെ 14-ാം വയസ്സിൽ കല്യാണം അയച്ചു വിട്ടതാണ്. അപ്പൊ ഇവള് അതുപോലെ തന്നെ അവളുടെ വീട്ടിലുള്ള പ്രോഗ്രാമുകൾക്ക് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് അത് സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റയിൽ ഇടും. അങ്ങനെ ഇന്ന് അവൾ ഒരു ഇതാണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട് എന്നാ പറയുന്നത്. അവൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് അന്ന് കെട്ടിച്ചത് നന്നായി, അല്ലെങ്കിൽ ഞാൻ വല്ലതും പഠിച്ച് ഡെയിലി ജോലിക്ക് പോകേണ്ട ഒരാളാവണമായിരുന്നു. ഇന്നെന്താണ് അവൾക്ക് അതിലൊരു കഴിവുണ്ട് എന്ന് അവളെ വീട്ടുകാരറിഞ്ഞു. അവള് കുറെ കാലം ഗൾഫിലൊക്കെ ആയിട്ട് 10ാം ക്ലാസ് പോലും ഇപ്പൊ അടുത്താണ് എഴുതിയെടുത്തത് എന്നുള്ളതാണ്. എന്നിട്ട് അവൾ ഇന്ന് വലിയൊരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഓണറാണ്. അതെന്താണ് അവളുടെ കഴിവിനെ അവൾ ഉപയോഗപ്പെടുത്തി അത് പരസ്യപ്പെടുത്തി അങ്ങനെയുള്ളതാണ്. നെയിം ഷംല, അവരെ നെയിം ഷംല എന്നാണ് കേട്ടോ. എന്റെ പേര് ആതിക. അങ്ങനെ പല രീതിയിൽ എന്താണ് നമുക്ക് എന്ത് കഴിവുണ്ടോ ആ കഴിവിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഹാർഡ് വർക്കിലൂടെ നമുക്കത് സക്സസ് ആകാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇന്ന് ഹരിതകർമ്മസേനയിലൊക്കെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. ചെറുതാണെങ്കിലും അതിൽ അവർക്ക് നല്ല വരുമാനം ഉണ്ട്. തുടങ്ങിയ പോലെ ഇന്ന് അവർക്കും നല്ല വരുമാനം ഉണ്ട്. ഇപ്പോ അതിലെങ്കിലും ചേർന്നാൽ മതിയായിരുന്നു എന്ന് നമ്മളിപ്പോ ആഗ്രഹിക്കും അല്ലെ. നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അന്ന് അങ്ങനെ തുടങ്ങിയാൽ മതിയായിരുന്നു. ഇത് ചിന്തിക്കാൻ തുടങ്ങണം. അന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവും. നമ്മൾ എന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഡേ കെയർ സെന്ററുകളൊക്കെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ ജോലിക്ക് പോവാനും പഠിക്കാനുള്ള കഴിവുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഒരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ കുട്ടികൾ ആരും നോക്കും. ഈ കുട്ടികൾ വലുതാവാതെ എന്ത് ചെയ്യും എന്നുള്ള അങ്ങനെ വലിയൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു ഡേ കെയർ സെന്റർ ഉണ്ടെങ്കിൽ അവരെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർക്കൊരു ഡേ കെയർ സെന്റർ ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമാവില്ലേ നമ്മളെ നാട്ടില്. അതുപോലെ തന്നെ ഇപ്പോ ഞങ്ങളെ ഏരിയയിലൊക്കെ ഡേ കെയർ സെന്ററിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ഇപ്പൊ ഉണ്ട് പ്രസവിച്ച അമ്മനെയും കുഞ്ഞിനെയൊക്കെ നോക്കുന്ന ഒരു ഇതുണ്ട് ഞങ്ങളെ ഏരിയയിലൊക്കെ ഉണ്ട്. അത് ഒരു 40 ദിവസത്തിന് 75,000 രൂപയൊക്കെ തോന്നുന്നുണ്ട് ഒരാൾക്ക്, ഒരു അമ്മക്കും കുഞ്ഞിനും. 40 ദിവസം അവര് നോക്കും. അങ്ങനെ ഒരു 10 അമ്മയും കുഞ്ഞും ഉണ്ടെങ്കിൽ അവർക്ക് വരുമാനം എത്രയായിരിക്കും, അതിന് അവർക്ക് എത്ര ചെലവാകുന്നത്. അതൊക്കെ എന്താണ് അവരെ ചെറിയൊരു കോൺസെപ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഐഡിയകളാണ് അല്ലെ. അതൊന്നും ഒരുപാട് പഠിച്ച ആൾക്കാരെ ബുദ്ധിയൊന്നും ആയിരിക്കൂല. പക്ഷെ അത് ചെറിയൊരു കോൺസെപ്റ്റ് എന്നാണെങ്കിലും വലിയൊരു കാര്യത്തിലേക്കാണ് ഇത് പോയത് അല്ലെ. അങ്ങനെ നമ്മുടെ ചുറ്റിനും നമുക്ക് ഇപ്പൊ ഒരാൾ പറയുന്ന കേൾക്കാം, അയാൾ എവിടോ ബസ് ഇറങ്ങിയ സമയത്ത് അവിടെ അയാൾക്ക് ചായ കുടിക്കാൻ ആഗ്രഹം വന്നു. അപ്പൊ ചായ കുടിക്കാൻ ആഗ്രഹം വന്നപ്പോ ചുറ്റിനും നോക്കിയപ്പോ ചായക്കട ഒന്നും കിട്ടിയില്ല, അവിടെ അടുത്തൊന്നും ചായക്കട കിട്ടിയില്ല. അപ്പൊ ആ സമയത്ത് അവര് അവിടെ ചായക്കട തുടങ്ങി. ആ സമയത്തല്ല, അതുകൊണ്ട് അയാൾ അവിടെ ചായക്കട തുടങ്ങി, അതിൽ സക്സസ് ആയി എന്നൊക്കെ. എനിക്ക് ഒരാളെ പേര് എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ പറയുന്നത് കേൾക്കാം. അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മുടെ ഒരു ബിസിനസ് ഐഡിയ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രായമായ ആളുകളെ, വയ്യാത്ത ആളുകളെ നോക്കുന്ന ഹോം നേഴ്സ് ജോലി ചെയ്തിട്ട് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. വയ്യാത്ത ആള്, അതുപോലെ വൃദ്ധസദനങ്ങള്. അങ്ങനെ നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ചുറ്റിനുപാട് എന്താണ് ആവശ്യം അത് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ അതിനെ വരുമാനാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാൽ കാണാം നമ്മൾ വെളുത്തുള്ളി തൊലിച്ച് വെച്ചത്, പച്ചക്കറി അരിഞ്ഞു വെച്ചത് അല്ലെ, മുരിങ്ങന്റെ ഇലയൊക്കെ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ നമ്മൾ കാണലില്ലേ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓരോ വീടുകളിൽ നിന്നുമാണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ അച്ചാറ്, ഉണ്ണിയപ്പം, പപ്പടം, ഇതൊക്കെ ഓരോ സ്ത്രീകളും അവര് ഒഴിവ് സമയങ്ങളെ, നമുക്കൊക്കെ ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ട്. ആ ഒഴിവ് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെന്താ ചെയ്യുന്നത്, അവര് ഇതുപോലെ ചെറുതാണെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഈ തിരുവനന്തപുരത്തൊക്കെ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവര് ട്രെയിനിലാണ് ജോലിക്ക് പോവും വരികയൊക്കെ ചെയ്യാം.
എന്നിട്ട് ഇവര് ട്രെയിനിൽ ഇരുന്നിട്ടാണ് അവർക്ക് അന്ന് ഉച്ചക്കുള്ള കറി അല്ല അവർക്ക് രാത്രിക്കുള്ള കറി ഉപ്പേരി ഇതിനൊക്കെയുള്ള ഇത് പച്ചക്കറി അരിയണത് ആ സമയത്താണ്. കാരണം അവർ ആ സമയത്ത് അവർ ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെ, അവരെ ജോലിക്ക് വേണ്ടിയിട്ട് അവരതിനെ ഉപയോഗപ്പെടുത്തണം. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യണത്? നമ്മള് ഇതിലൊരുപാട് വരുമാനമുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ, ഇല്ലാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വെറുതെ വീട്ടിലെ ജോലി കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒഴിവ് സമയങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമാണെങ്കിൽ നമുക്ക് വരുമാനമാക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കോഴ്സുകൾ പഠിച്ച മെഡിക്കൽ ഷോപ്പ്, ലാബ് ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പല വർക്കുകളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഷാലിൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ളൊരു സ്ത്രീ ഉണ്ട്. ഇവര് 8 മാസത്തോളം കിടപ്പിലായിരുന്നു. ഹസ്ബൻഡ് ചവിട്ടിയിട്ട് 8 മാസം അവര് കിടപ്പിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് എണീറ്റു. 2010 അവര് തിരുവനന്തപുരത്തിൽ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നു. ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന് അപ്പൊ അവിടെ വന്നപ്പോ ഈ ഓപ്പറേഷന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഓപ്പറേഷൻ നടന്നില്ല. അവർക്ക് ക്യാൻസർ ആയിരുന്നു. ആ ഒരു ഓപ്പറേഷൻ നടന്നില്ല. ഓപ്പറേഷൻ നടക്കാതെ ഹസ്ബൻഡ് അവരെ 2 മക്കളെയും തിരുവനന്തപുരത്ത് ഉപേക്ഷിച്ച് അയാൾ പോയ സമയത്ത് ഈ 7 വയസ്സുള്ള അല്ല 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ജീവിതം തുടങ്ങിയ ആളാണ് ഷാലിൻ എന്ന് പറഞ്ഞ സ്ത്രീ. അവര് ഇന്ന് ആ സ്ത്രീ അന്ന് ഉപേക്ഷിച്ച സമയത്ത് ആ 10ാം ക്ലാസ് പഠിക്കുന്ന മകള് അമ്മനോട് പറഞ്ഞു, അമ്മ എന്നെ എങ്ങനെയെങ്കിലും +2 വരെ ഒന്ന് പഠിപ്പിക്കുമോ? കാരണം ഞാൻ റിസപ്ഷൻ ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളാം, എന്നെ +2 വരെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഒരു മോളെയും കൊണ്ട് അവരുടെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോയി. അവിടെ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോ 5000 രൂപ ഡൊണേഷൻ വേണമെന്ന് പറഞ്ഞു. അന്ന് അവർക്ക് ഈ 5000 രൂപ കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. അപ്പോ എന്നിട്ട് അവര് അവിടെ കരഞ്ഞ് കാല് പിടിച്ച് മോൾക്ക് അവിടെ ഒരു അഡ്മിഷൻ എടുത്തു. എന്നിട്ട് അന്ന് ഇവര് തിരിച്ചു പറഞ്ഞു, എന്റെ മോള് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവുന്ന മാത്രം അവർ പറഞ്ഞു. ഇന്ന് ആ മകള് ഡോക്ടറാണ്. അതുപോലെ തന്നെ ഇവര് അന്ന് 6ാം ക്ലാസ് പഠിച്ചിരുന്ന മകന് 10ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് ഇവർക്ക് വീണ്ടും ഹൃദയത്തിന് അസുഖങ്ങൾ വന്നിട്ട് പഠനം നിർത്തി. ഈ അമ്മനെയും പെങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് ആ പണിക്ക് പോയ ആ മകന് ഇന്നൊരു എഞ്ചിനീയർ ആണ്. അതുപോലെ തന്നെ അവര് പാലിയേറ്റീവിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അവർ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്ക് അവര് ഫ്രണ്ടിന്റെ സുഖമില്ലാത്ത അച്ഛനെ നോക്കുന്നത്, അമ്മനിട്ട് നോക്കുന്ന ഒരു ജോലിയാണ് ചെയ്തത്. അന്ന് 3000 രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടിയത്. അതിൽ നിന്ന് തുടങ്ങി കുറെ കാലം പാലിയേറ്റീവിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് കാരണം. അങ്ങനെ 2019 അവര് ലോൺ എടുത്തിട്ട് ഐഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങാണ്. ലൈവ് ഐസ്ക്രീമിന്റെ ഒരു കമ്പനി തുടങ്ങാണ്. ആ കമ്പനി തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ദിവസമായിരുന്നു ലോക്ക്ഡൌൺ. അങ്ങനെ 10 മാസം കട അടച്ചിട്ടു. ആദ്യമായിട്ട് തുടങ്ങുക, ലോൺ എടുത്ത് തുടങ്ങുക എങ്കിലും അവർ ജീവിതത്തിൽ പരാജയപ്പെടൂല, തളരൂല എന്നുള്ള വലിയൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് അവർ വീണ്ടും പ്രയത്നിച്ച് ആ കട മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉച്ചക്ക് 2-3 മക്കൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. അപ്പൊ അവര് ഉച്ചക്ക് ഒരു നാരങ്ങ വെള്ളം, ബർഗർ, സാൻഡ്വിച്ച് പോലുള്ള ഫുഡാണ് കഴിക്കണമെന്ന് ഇവർ അറിഞ്ഞപ്പോ ഇവർക്ക് ഉറക്കം വന്നില്ല. ഒരു 28 രൂപക്ക് ആണ് ഇത് മുഴുവൻ അവർ തിന്നുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്ന് അവർ ചിന്തിച്ചു. അന്ന് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിൽ നിന്നാണ് അവർക്കൊരു കോൺസെപ്റ്റ് കിട്ടിയത്, എന്റെ ചോറ്റുപാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമുക്കൊക്കെ പറ്റുന്ന, നമുക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റ്, എന്റെ ചോറ്റുപാത്രം. അവര് പിറ്റേന്ന് വന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും ഒരു 5 രൂപ കൂടുതൽ കരുതുകയാണെങ്കിൽ, ഒരു 35 രൂപ നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോറ്റുപാത്രം ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 ചോറ്റുപാത്രത്തിൽ നിന്ന് തുടങ്ങി അവരുടെ ലൈഫിൽ നിന്ന് 160-ഓളം ചോറ്റുപാത്രങ്ങൾ അവർ ദിവസവും വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെറിയൊരു കോൺസെപ്റ്റ് ആണെങ്കിലും, ഇപ്പൊ നമുക്ക് തോന്നുന്ന ഏത് ചെറിയ കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മളെ ഹാർഡ് വർക്കിൽ നമുക്ക് അതിനെ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ടൈം ആവശ്യമാണ്, നമ്മുടെ പ്രയത്നം ആവശ്യമാണ്, നമുക്ക് നമ്മുടെ ക്ഷമ ആവശ്യമാണ് അല്ലെ. നമുക്കറിയാം സ്ത്രീകൾക്ക് ബഹുമാനം കിട്ടാത്തതിന്റെ വലിയൊരു കാരണം വരുമാനം ഇല്ലാത്തതാണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല, നമുക്ക് മണ്ടത്തരങ്ങൾ പറയും, നമ്മൾ അലസത കാണിക്കും, മടി കാണിക്കും അല്ലെ, പക്വത ഇല്ലാത്ത പെരുമാറ്റങ്ങൾ പെരുമാറും. ഇതിനൊക്കെ കാരണം നമുക്ക് വരുമാനം ഇല്ലാത്തതല്ലേ അല്ലേ. നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ബിസി ആണെങ്കിൽ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകും. നമുക്ക് വേസ്റ്റ് ആക്കാൻ ടൈം ഇല്ല, ഒന്നും ചിന്തിക്കാൻ ടൈം ഇല്ല. ആ സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും അല്ലെ.
അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ബിസി ആവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാവില്ലേ. ഒരു വരുമാനം ആവുന്നതിന്റെ അപ്പുറം നമുക്ക് രോഗങ്ങളില്ലാതാവും, നമ്മുടെ ചിന്തകൾ നന്നാവും, മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പക്വത ഇല്ലാതെ കാണിച്ച് മടി കാണിച്ച് ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഇറിറ്റേഷൻ ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കാരണം നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിന് അപ്പുറം നമ്മൾ ഒഴിവ് സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒഴിവ് സമയം നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്, അവിടെയാണ് നമ്മളെ സക്സസ് ഉള്ളതെന്നാണ്. അപ്പൊ നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത് അല്ലെ. ഈ 24 മണിക്കൂർ എനിക്ക് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾക്ക്, പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, വെറുതെ വീട്ടിലിരുന്ന ആളുകൾക്ക്, ജോലിക്ക് പോണ ആളുകൾക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് ഉള്ളത് അല്ലെ. ഇപ്പൊ ഞാൻ അതിനെ 7, 8, 9 എന്നുള്ള രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ആദ്യത്തെ 7 മണിക്കൂറിന് നമ്മൾ എന്താ ചെയ്യണത്? ആദ്യത്തെ 7 മണിക്കൂർ നമുക്ക് ഉറങ്ങാം. കാരണം ഒരു ആരോഗ്യമുള്ള മനുഷ്യന് ഉറങ്ങേണ്ട സമയം എന്ന് പറയുന്നത് 6 മുതൽ 7 മണിക്കൂറാണ് അല്ലെ. ഈ 7 മണിക്കൂറിനെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ തീരുമാനിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത 8 മണിക്കൂറിനെ നമുക്ക് ഹാർഡ് വർക്കിന് വേണ്ടി നമുക്ക് മാറ്റിയേക്കാം. അപ്പൊ 15 മണിക്കൂറായി. ഈ അടുത്ത 8 മണിക്കൂറിനെ നമ്മൾ ഹാർഡ് വർക്കിന് വേണ്ടി മാറ്റി വെച്ചു. നമ്മൾ കഠിനാധ്വാനം ചെയ്തു. ഇപ്പോ ജോലിയൊന്നും ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് വീട്ടിലത്തെ എല്ലാ ജോലി തീരൂലേ. പിന്നെ നമുക്കൊരു വർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പക്ഷെ നമുക്ക് വേറൊരു വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പണി ഒരിക്കലും തീരൂല. എന്നാൽ നമ്മൾ എങ്ങോട്ടേലും പോകണം എന്നുണ്ടെങ്കിൽ 10 മണിന്റെ ബസ്സിന് പോകണം എന്നുണ്ടെങ്കിൽ 9:30 ആകുമ്പോൾ നമ്മൾ എല്ലാ പണിയും തീർക്കാനും നമുക്കറിയാം അല്ലെ. അന്ന് ചിലപ്പോൾ നമ്മൾ അധികം പണി എടുത്തിട്ടുണ്ടാവും. അന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ കൂടുതൽ അടിച്ചു വാരിയിട്ടുണ്ടാകുക, കൂടുതൽ മടക്കി വെച്ചിട്ടുണ്ടാകുക അന്നായിരിക്കും. അതൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യും. ഇതൊക്കെ തീർന്നിട്ടും ബാക്കിയുള്ള ഈ 9 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ആരെങ്കിലും? നമ്മളെ നമുക്ക് ഒരുപാട് സമയങ്ങൾ അടുക്കും ചിട്ടിയില്ലാത്തതിന്റെ പേരിൽ, അതായത് സമയ ക്രമീകരണം, ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഈ ബാക്കി വരുന്ന മണിക്കൂറുകളെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ 9 മണിക്കൂറിനെ തന്നെ ഇപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ സമയമില്ലല്ലോ, ഇപ്പൊ മേം പറഞ്ഞപ്പോ ഇവിടെ ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ 9 മണിക്കൂറിനെ ഇതിപ്പോ പറഞ്ഞത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാ. ഈ 9 മണിക്കൂറിന് വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 3 മണിക്കൂർ, രണ്ടാമത്തെ 3 മണിക്കൂർ, മൂന്നാമത്തെ 3 മണിക്കൂർ. ആദ്യത്തെ 3 മണിക്കൂറിനെ നമുക്ക് എന്താ പറയാ, നമ്മുടെ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇന്നില്ലാത്തത് റിലേഷൻഷിപ്പാണ് അല്ലെ. നമ്മളെ ഫ്രണ്ട്സിനെ, ഫാമിലിനെ, പാരന്റ്സിനെ, അയൽവക്കക്കാരുമായിട്ടൊക്കെ ഫോണിൽ വിളിച്ചിട്ടോ സന്ദർശിച്ചിട്ടോ നമ്മുടെ തൊട്ടയൽവക്കക്കാരടുത്തൊക്കെ പോയിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക. ഇതൊക്കെ എന്താണ്? റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ആശ്വാസം തരുന്ന, നമുക്ക് കൂടുതൽ ചിന്ത തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ 3 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ എല്ലാവർക്കും, നമ്മൾ സ്ത്രീകൾ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മറന്ന ആളുകളായിരിക്കും പല ആളുകളും. നമുക്കായിട്ട് ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാവും, ചില ആളുകൾക്ക് പാട്ട് കേൾക്കുന്നതാവും, ചില ആൾക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കും, ചിലർക്ക് എഴുതുന്നതാവും, ഗാർഡനിങ് ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം ഉണ്ടാവും. അത് ചെയ്യാൻ വേണ്ടിട്ട് 3 മണിക്കൂർ എന്നല്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി മാറ്റി വെക്കണം നമ്മുടെ കാര്യങ്ങൾക്ക്. നമുക്ക് സന്തോഷം, ചിലപ്പോൾ എനിക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ 3 മണിക്കൂർ എന്നില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമുക്ക് അതിനെ മാറ്റി വെക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി അടുത്ത 3 മണിക്കൂർ, ഇനിയുണ്ട് 3 മണിക്കൂർ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അടുത്ത 3 മണിക്കൂറിൽ ഇപ്പൊ സമയം ബാക്കിയാണ് അല്ലെ. ഇത്രയും കാലം സമയമില്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടം പോലെ സമയമായി അല്ലെ. ഈ അടുത്ത 3 മണിക്കൂറിൽ നമുക്ക് അറിവുകൾ നേടാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, നമ്മള് എന്താ പറയാ കോയമ്പൊക്കെ തേച്ചൊക്കെ ഒന്ന് കുളിക്കാം, എണ്ണയൊക്കെ തേച്ചൊക്കെ ഒന്ന് കുളിക്കാം. അങ്ങനെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സിന്റെ ഹെൽത്തിന്റെ ഒക്കെ ആരോഗ്യം, ഈ ടൈമൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയം 24 മണിക്കൂറിൽ നമുക്ക് ബാക്കിയാണ്.
നമ്മുടെ കാര്യം നോക്കി, നമ്മുടെ ആരോഗ്യം നോക്കി, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം നോക്കി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഹാർഡ് വർക്ക് ചെയ്ത് 7 മണിക്കൂർ ഉറങ്ങി ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇതിനൊക്കെയുള്ള സമയം 24 മണിക്കൂറിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ ടൈമിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത ആളുകൾ മാത്രമേ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ അല്ലെ. ഈ ഒഴിവ് സമയങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്, ഈ ഒഴിവ് സമയത്തായിരിക്കും നമ്മൾ ആലോചിക്കുക, അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അന്ന് എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയല്ലോ, അല്ലെങ്കിൽ അന്ന് എനിക്ക് അങ്ങനെ ഒരു ദുരന്തം പറ്റിയല്ലോ. അന്ന് നമ്മൾ ചിന്തിക്കണത് എപ്പോഴാണ്? ഈ ഒഴിവ് സമയങ്ങൾ. ഈ ഒഴിവ് സമയമാണ് നമ്മൾ ഈ 7 മണിക്കൂറിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് അല്ലെ. ഈ ഉറക്കം ശരിയാവാഞ്ഞാൽ നമ്മൾ ഈ 8 മണിക്കൂറിന്റെ ഹാർഡ് വർക്ക് നഷ്ടപ്പെടും. വീണ്ടും നമ്മുടെ ഈ ഒഴിവ് സമയം നമ്മൾ തട്ടു അതുപോലെ തന്നെ ഉപയോഗിക്കും. അങ്ങനെ നമ്മളെ സമയത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ കഴിഞ്ഞു പോയ കാലങ്ങൾ അത് കഴിഞ്ഞതാണ് അല്ലെ, നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റൂല. അതിൽ നമ്മൾ ആലോചിച്ചിട്ട് കാലം, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരാൻ പോണ കാലം അത് നമ്മുടെ കയ്യിലുള്ളതല്ല, അത് വരാൻ പോണതാണ്. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലേറെ ഹാപ്പി ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ആലോചിച്ച് മീ എന്നുള്ള ഈ ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിരിക്കും ചിലപ്പോ അന്ന്. അത് വളരെ നല്ലൊരു കാലമായിരിക്കും ചിലപ്പോ വരാൻ പോണത്. ഈ വരാൻ പോണ കാലം കഴിഞ്ഞു പോയ നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഈ ഒരു സമയത്തെ കുറിച്ച് നമ്മളെ കയ്യിൽ ഇപ്പൊ ഉള്ള സമയത്തെ നമ്മൾ ജീവിക്കൂല. ഈ സമയത്തെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തൂല. നമ്മൾ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മള് എന്താ പറയാ, മറ്റുള്ളവരുടെ മുമ്പില് നല്ല ഒരു ബഹുമാനവും ആദരവും ഒക്കെ കിട്ടുന്ന ആളുകളായിട്ട് മാറുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റട്ടെ, എല്ലാവരും സക്സസ് ആവട്ടെ, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു അതിക മാം. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ട് സംസാരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു രഹന. ഡൗട്ടല്ല, മാമിന്റെ ഈ ക്ലാസ് വായ്തോരാതെ തന്നെയാണ് നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. മാമിന് അതിന് വലിയൊരു താങ്ക്സ്. വരുമാനം എങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുള്ളതിന്റെ ഒരു ഉദാഹരണം എന്താ പറയാ, അത് കേട്ടപ്പോ വലിയൊരു താങ്ക്സ് ആണ് മാമിന് പറയേണ്ടത്. വളരെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ക്ലാസ് തന്നതിന്. താങ്ക് യു സെലീന മാം. അതെ, ഞാന് സമയമുണ്ടോ ഇപ്പോഴാണ് 3 മണിന്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ പെട്ടെന്ന് പറയായിരുന്നു ഞാൻ. ഇത് പറയണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാൻ പറ്റും, പക്ഷെ ഞാൻ പെട്ടെന്ന് തീർക്കായിരുന്നു. അതെ, ഞാന് ഇതുവരെന്ന് വെച്ചാല് ഇക്കാക്ക് ഗവൺമെന്റ് ജോലിയായിരുന്നു. അപ്പൊ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്നൊരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഹസ്ബൻഡിന്റെ വരുമാനം നമ്മുടെ കൈകളിൽ ഉള്ളത് കൊണ്ട്, പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ട് അങ്ങനെ അല്ലാത്തൊരാളും, അതായത് എന്ത് നമുക്ക് എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോന്ന് വെച്ചാല് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞപ്പോ നമുക്ക് മോനുണ്ട്, പക്ഷെ എന്നും മക്കളെ ആശ്രയിച്ച് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇപ്പോഴാണ് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നല് വന്നത്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിലാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രൈ ചെയ്യണം. നമുക്ക് ഏത് അവസ്ഥയിലായാലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ചെറുതാണെങ്കിലും ഉണ്ടാവാൻ ശീലിക്കാൻ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോ നമ്മളൊക്കെ ഹാപ്പി ആയിരിക്കും, നമ്മളെ ഫാമിലി നമുക്ക് സപ്പോർട്ട് ആയിരിക്കും. പക്ഷെ കുറെ സ്ത്രീകളുണ്ട് ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ, എങ്ങനെ നിക്കണം എന്നറിയാതെ ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊക്കെ 2 മണിക്ക് ഫ്രീ ആണ്, നമ്മൾ സൂമിൽ ക്ലാസ്സിൽ ഇരിക്കാൻ നമുക്ക് ഫ്രീ ആണെങ്കിൽ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അല്ലേ? അതെ അതെ അതെ. എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് മാത്സിന്റെ ഒരു മിസ് ഉണ്ട്, ശ്രേണിക മിസ്. നിങ്ങൾ അറിയുന്നറിയില്ല. അപ്പൊ മിസ് പറയാനും, നിങ്ങളുടെ കാലിൽ നിൽക്കാൻ വേണ്ടി പഠിക്കണം,
ആ ഒരു വാക്ക് എനിക്ക് എവിടെയോ ഒന്ന് ടച്ച് ചെയ്ത്. അന്നേ എനിക്കൊരു ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു ജോലി വേണം. പക്ഷെ ഞാൻ ഇതുവരെ പഠനം നിർത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ MLT കഴിഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ കുറച്ച് വർക്ക് ചെയ്തു, പിന്നെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. പക്ഷെ അതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. വർക്കിന് പോകുന്ന എനിക്കൊരു എൻജോയ്മെന്റ് കിട്ടുന്നില്ല അതിലൊന്നും. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. പിന്നെ കുറെ കാലം ഹസ്ബൻഡിന്റെ അടുത്ത് ഗൾഫിലായിരുന്നു. അപ്പൊഴൊക്കെ എന്റെ മനസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. ഹസ്ബൻഡിനോട് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയും, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, ജോലി വേണം. പക്ഷെ നമ്മൾക്ക് കുട്ടികളൊക്കെ ആയാലും വീട്ടിൽ നിന്ന് പോയിരുന്ന ടൈമിനുള്ളിൽ ജോലി ചെയ്ത് വരിക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ തന്നെ ഒരു പ്രശ്നം. അതായത് ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിലായ സമയത്ത് നാട്ടിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഒരു 6 മാസമൊക്കെ ഉള്ളത് കൊണ്ടുവരും. അവിടുന്ന് പെട്ടി കെട്ടുമ്പോ അവര് കളിയാക്കുന്നു പറയായിരുന്നു, ഇതെന്താ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിണ്ടോ ചോദിച്ചിട്ട്. അപ്പൊ അത് ഞാനൊരു പെയിൻ ആക്കി മാറ്റി. ഇതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ കടയിൽ പോയിട്ട് സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ. അതേപോലെ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് എന്റേതായ ഒരു ഐഡിയ, അതാണ് പിങ്ക് ജോബ്. അപ്പോ ഡയറക്റ്റ് സ്ത്രീകൾക്ക് വീട്ടിലേക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ എത്തിച്ചു കൊടുക്കാം, അത് ഒരാവശ്യമാണല്ലോ. എനിക്കൊരാവശ്യമാണ് അത് മറ്റുള്ളവർക്കും അതേപോലെ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ അതേപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാർ പറയുന്നു, ഇപ്പോൾ നമ്മൾ വളരണമെങ്കിൽ മറ്റുള്ളവരെ വളർത്തണം, അപ്പോഴേ നമുക്ക് വളരാൻ കഴിയും. അങ്ങനെ ഓരോ ആളുകൾ പറഞ്ഞ ചില കോഴ്സുകൾ നമ്മളെ മൈൻഡിൽ എവിടെയോ ടച്ച് ചെയ്യല്ലോ. ആ ഒരു കോഴ്സ് നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത്. എന്റെ കീഴിൽ ഒരുപാട് ആളുകൾക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയണം. അവർ ചെയ്യുന്ന തൊഴിൽ അവർക്ക് സന്തോഷം കിട്ടണം, അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആ രീതിയിലാണ് ഞാൻ ഈ പിങ്ക് ജോബ് എന്ന് പറഞ്ഞ എന്റേതായ ഒരു ഐഡിയ എന്ന് വന്നതാണ്. അപ്പൊ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കണം. എല്ലാ സ്റ്റേറ്റിലും പിങ്ക് ജോബ് മെമ്പേഴ്സ് വേണം, ഇതൊരു അറിയപ്പെടണം. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ പറയും, ഞാൻ മരിച്ചാൽ പിങ്ക് ജോബിന്റെ പേരിൽ ഞാൻ അറിയപ്പെടണം. അതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അതേപോലെ നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സക്സസ് ആവാൻ പറ്റും. എത്ര സമയം അതിൽ വർക്ക് ചെയ്താലും നമുക്ക് ടെൻഷൻ ഉണ്ട്, പിന്നെ എന്താ ബോറിംഗ് ഉണ്ടാവില്ല. അതിൽ എത്ര സ്ട്രഗിൾ വന്നാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതേപോലെ മാം പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും കഴിയണം. നമ്മൾ ഇഷ്ടത്തോടു കൂടി അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനും കഴിയും. അല്ലാതെ ഒരു ജോലി ചെയ്ത് ഒരു 6 മാസം അതിൽ നിന്ന് പിന്നെ വേറൊന്നും ചെയ്ത് അതിൽ നമുക്കൊന്നും ഒരിക്കലും സക്സസ് ആവാൻ പറ്റൂല. നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അത് ഇഷ്ടത്തോടു കൂടി ഏറ്റെടുത്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. അതെ, താങ്ക് യു നബീല മാം. നമ്മുടെ പാഷനും നമ്മുടെ വരുമാനം ഒന്നാണെങ്കിൽ നമ്മളതിൽ സക്സസ് ആവുന്നതാണ് അല്ലേ? നമ്മളെ പാഷന് വേറെ നമ്മളെ വരുമാനം വേറെ, നമ്മൾ രണ്ടിലും സക്സസ് ആവില്ല, ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കണം. അതെ അതെ, നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ആണ് ഇഷ്ടം. മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒന്നാവണം. ഒരിക്കലും എനിക്ക് കൊമേഴ്സ് പോലും ഇഷ്ടമല്ലായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാല് ഒരു പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് ആൺകുട്ടികളല്ലേ അത് പഠിക്കുന്നത്, ആ ഒരു മൈൻഡ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ബിസിനസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ അതെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത മാമിനും ഓഡിയൻസിനും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. കുറഞ്ഞ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. താങ്ക് യു മാം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.